നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമലയിൽ ചോറൂണിന് വന്ന സ്ത്രീകളെ പോലീസ് കടത്തിവിട്ടില്ല. ഇത് കേട്ട് ആരും അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ശബരിമലയിൽ ഒരു ചെറിയ വിഷയം പോലും ഉണ്ടാകാതെ എല്ലാം നന്നായി പോകാൻ അയ്യപ്പനോട് യാചിക്കുന്നത് മറ്റാരുമല്ല, സർക്കാരും പോലീസും. ചോറൂണിന് വന്ന സ്ത്രീകളെ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസ് പറഞ്ഞിട്ടും പോലീസ് കടത്തിവിട്ടില്ല. തടഞ്ഞത് യുവതി പ്രവേശനത്തിന് ഒത്താശ ചെയ്ത SP ഹരിശങ്കറിന്റെ ബന്ധുക്കൾ എന്നതും ശ്രദ്ധേയം. SP ഹരിശങ്കർ ആയിരുന്നു സംഘർഷകാലത്ത് ശബരിമലയിലെ പ്രധാന ചുമതലകളിൽ ഉണ്ടായിരുന്ന ആൾ. കുഞ്ഞിന് ചോറ് കൊടുക്കാൻ ഇന്നലെ വൈകിട്ട് 5 മണിയോടെ വന്ന യുവതികൾ അടങ്ങുന്ന സംഘത്തെ നിലയ്ക്കലിൽ പോലീസ് തടഞ്ഞു. ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസിന്റെയും കോട്ടയം SP ഹരിശങ്കറിന്റെയും ബന്ധുക്കളെയാണ് തടഞ്ഞത്. ശങ്കർദാസ് ഇടപെട്ടിട്ടും പോലീസ് വഴങ്ങിയില്ല. ഇത് നമ്മുടെ സ്വന്തം ആളുകളാണെന്നും കടത്തിവിടണമെന്നും ശങ്കർദാസ് പറഞ്ഞിട്ടും പോലീസ് വഴങ്ങിയില്ല. കാരണം ശബരിമല എന്ന് കേൾക്കുന്നത് തന്നെ ഉള്ളിൽ ഒരു വിറയലും ഭയവും ഇപ്പോൾ ഇടതുമുന്നണിക്കുണ്ട്. ഈ നിലയ്ക്ക് ശബരിമലയിൽ ഇപ്പോൾ ഒരു സംഘർഷമോ ബഹളമോ ഉണ്ടാക്കാൻ പാടില്ല എന്നും നല്ല സമാധാനത്തിൽ തന്നെ കാര്യങ്ങൾ പോകണമെന്നും ഇപ്പോൾ അയ്യപ്പ ഭക്തരെക്കാൾ കൂടുതൽ സർക്കാരും പോലീസും ആഗ്രഹിക്കുന്നു. എല്ലാം നല്ല കാര്യങ്ങൾ തന്നെ, എന്നാൽ ഏറെ വൈകി പോയിരിക്കുന്നു. നിലയ്ക്കലിനപ്പുറത്തേക്ക് യുവതികളെ തടഞ്ഞ് ശബരിമലയിൽ സർക്കാരിന്റെ വിശ്വാസ സംരക്ഷണം നടത്തിയത് എല്ലാവരിലും കൗതുകമുണ്ടാക്കുന്നു. ഇപ്പോൾ യുവതി പ്രവേശനവുമില്ല, കോടതി വിധി നടപ്പാക്കലുമില്ല. തിരഞ്ഞെടുപ്പ് ചൂടിൽ എല്ലാം മാറ്റിവെച്ചിരിക്കുകയാണ്. കുഞ്ഞിന് ചോറ് കൊടുക്കാൻ ഇന്നലെ വൈകിട്ട് 5 മണിയോടെ വന്ന യുവതികളടങ്ങുന്ന സംഘത്തെ നിലയ്ക്കലിൽ പോലീസ് തടഞ്ഞതും ഇതുമൂലമാണ്. ഒടുവിൽ SP ഹരിശങ്കർ തന്നെ ഇടപെട്ടതോടെയാണ് പമ്പയിലേക്ക് കടത്തിവിട്ടത്. യുവതികളെ പമ്പയിൽ തടഞ്ഞ് പുരുഷന്മാരെ മാത്രമാണ് യാത്ര തുടരാൻ അനുവദിച്ചത്. സ്വകാര്യ വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിടാൻ പാടില്ലെന്ന നിർദ്ദേശം ലംഘിച്ച് ഇവർ വന്ന വാഹനത്തിൽ തന്നെ യാത്ര തുടരാൻ അനുവദിക്കുകയായിരുന്നു. യുവതി പ്രവേശന വിവാദം ഉണ്ടാകുന്നതിന് മുൻപ് യുവതികൾക്ക് പമ്പ ഗണപതി കോവിൽ വരെ പ്രവേശനം അനുവദിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനോടനുബന്ധിച്ച് സർക്കാർ വിശ്വാസ സംരക്ഷകരുടെ റോളിലേക്ക് മാറിയതോടെയാണ് നിലയ്ക്കലിനപ്പുറം യുവതികൾക്ക് പ്രവേശനം വിലക്കിയത്. വാഹനങ്ങളിലും KSRTC ബസ്സുകളിലും കയറി വനിതാ പോലീസ് അടക്കമുള്ളവർ കർശന പരിശോധനയാണ് നടത്തുന്നത്. തിരിച്ചറിയൽ രേഖ ഇല്ലാത്തവരെയും സംശയം തോന്നുന്നവരെയും പമ്പയ്ക്ക് പോകാൻ അനുവദിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് അട്ടത്തോട്ടിലെ താമസക്കാരായ യുവതികളാണ്. രാവിലെ മറ്റു സ്ഥലങ്ങളിൽ ജോലിക്ക് പോയി മടങ്ങി വരുന്ന ഇവരെയും നിലയ്ക്കലിൽ പോലീസ് തടയുകയാണ്. കഴിഞ്ഞ ദിവസം അട്ടത്തോട് നിവാസികൾ പോലീസിനെതിരെ സമരവുമായി രംഗത്ത് വന്നിരുന്നു. ഉത്സവത്തിനും മാസപൂജയ്ക്കുമായിട്ടാണ് ഇപ്പോൾ ശബരിമല നട തുറന്നിരിക്കുന്നത്. തീർത്ഥാടകരുടെ തിരക്ക് വളരെ കുറവുമാണ്. യുവതികളെ നിലയ്ക്കലിനപ്പുറത്തേക്ക് കടത്തില്ല എന്ന കടുംപിടുത്തത്തിലാണ് പോലീസെങ്കിലും ഇത് സംബന്ധിച്ച് സർക്കാരോ DGPയോ പ്രത്യേക നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ലെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. അതേസമയം തെരഞ്ഞെടുപ്പ് കാലത്ത് വിവാദമുണ്ടാക്കാൻ ആരെങ്കിലും യുവതികളെ കയറ്റാൻ തുനിയുമോ എന്നതാണ് സർക്കാരിന്റെ പേടി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.